Hi dears, welcome back to my YouTube channel. ഇന്ന് കഴിഞ്ഞ ദിവസം ചെയ്ത ആൽഫബറ്റ് കീ ചെയിൻ ഡ്രസ്സിനാട്ടിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ മോൾഡിൽ നിന്ന് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ഡ്രസ്സിൻ്റെ ആൽഫബറ്റ്സ് എല്ലാം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഈ മോൾഡ് ഒന്ന് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഓരോ ആൽഫബറ്റ് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് റെസിൻ മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടിങ് പോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3D വാട്ടർ എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറച്ചുകൂടി അന്നേരം നമ്മൾ ചെയ്തിരിക്കുന്ന റെസിൻ വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഓരോ ലെറ്റേഴ്സിനും മുകളിലായിട്ട് കോട്ടിങ്ങും കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് അളവിലുള്ള റെസിൻ എടുത്തിട്ട് മാത്രമാണ് ഇതുപോലെ കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ ഓവർഫ്ലോ വന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആൽഫബറ്റ് എല്ലാം നാശമാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഒഴിക്കാനായിട്ട്. ഇതുപോലെ ഒരു ഫൈനൽ ഒരു കോട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്തിരുന്ന വർക്കിനൊക്കെ നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ ഒരു 24 hours കഴിഞ്ഞിട്ട് ഞാനത് പുറത്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ഹുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു ഹാൻഡ് ഡ്രില്ല് വെച്ചിട്ട് ഓരോ ആൽഫബറ്റും ഞാൻ ഒന്ന് ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. ഹാൻഡ് ഡ്രില്ല് ഫസ്റ്റ് യൂസ് ചെയ്യാൻ നേരത്ത് കുറച്ച് സൂക്ഷിച്ച് വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അശ്രദ്ധമായിട്ട് യൂസ് ചെയ്തെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ കൊണ്ടുകയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ആദ്യത്തെ ഒരു ഹോളൊന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. പിന്നെ വലിയ കുഴപ്പമില്ല, നമുക്കത് ഈസിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനിയൊരു സിൽവർ ക്യൂ ഹുക്കാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നമ്മൾ പിരിച്ച് ഒരു ഹോളിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ടൈറ്റ് ആണെങ്കിൽ നമുക്കതൊന്ന് കുറച്ച് നന്നായിട്ട് ഈസി ആയിട്ട് നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലെയറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ പ്ലെയർ യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ബലത്തിൽ പിടിക്കരുത്, ബലത്തിൽ പിടിച്ചാൽ അത് ഒടിഞ്ഞു പോവും. അങ്ങനെ ഓരോ ലെറ്ററിനും ഞാൻ ഹുക്ക് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത് ചെയ്ത ഹാർട്ട് കീ ചെയിന് വേണ്ടി ചെയ്തൊരു ഹാർട്ട് ഡിസൈനിങ് ആണ്. അപ്പോൾ അതിന് സെൻട്രലായിട്ടാണ് ഞാൻ ഹോൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലും ഹോൾ ഇട്ടതിന് ശേഷം ഹുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കീ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിങ്ങും ചെയിനും കൂടെ ചേർന്നിട്ടുള്ള അതെടുത്തിട്ട് ഒന്ന് സിൽവറിന് അറ്റത്തായിട്ട് ഫിഷ് ഹുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റി. ഗോൾഡൻ വരുമ്പോഴത്തേക്കും ജം റിങ് അറ്റാച്ച് ചെയ്തിട്ട് വേണമായിരുന്നു നമ്മുടെ കീ ചെയിൻ്റെ റിങ്ങും ചെയിനും കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു ജം റിങ് എടുത്തിട്ട് 2 പ്ലെയർ യൂസ് ചെയ്തിട്ട് അതൊന്ന് അകത്തി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പ്ലെയർ യൂസ് ചെയ്തിട്ട് തന്നെ അതൊന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് അടുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് കീ ചെയിൻ്റെ ആ ഒരു ഹുക്കും ചെയിനും എല്ലാം നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ ചെയ്ത കീ ചെയിൻ വർക്കിൻ്റെ ഫൈനൽ ലുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നെക്സ്റ്റ് അടുത്തൊരു കീ ചെയിൻ റെസിൻ ആർട്ട് ചെയ്യുമ്പം ഏത് കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ അതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.